ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, തൻ്റെ പിതാവിൻ്റെ സ്നേഹിതന്മാരോട് നല്ല നിലയിൽ വർത്തിക്കലാണ് പിതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തോട് ചെയ്യുന്ന നന്മയിൽ ഏറ്റവും വലുത്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ സുബ്ഹി നമസ്കാരത്തിന് വൈകിയാണ് എത്താറുള്ളത്. ഞങ്ങളുടെ ഇമാം ദീർഘമായി ഓതുന്നതാണ് കാരണം. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപിച്ചതുപോലെ മറ്റൊരു ദിവസവും ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളിൽ ആളുകളെ വെറുപ്പിക്കുന്ന ചിലരുണ്ട്. ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കുന്നവർ ചുരുക്കി ഓതട്ടെ. കാരണം അവരുടെ പിന്നിൽ വൃദ്ധരും കുട്ടികളും പല ആവശ്യക്കാരും ഉണ്ടായിരിക്കും. ബുഖാരി, മുസ്ലിം. സഹൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നു പറഞ്ഞു, പ്രവാചകരെ, എനിക്കൊരു അമൽ അവിടുന്ന് പഠിപ്പിച്ചു തരണം. ഞാനത് പ്രവർത്തിച്ചാൽ അള്ളാഹുവും മനുഷ്യരും എന്നെ ഇഷ്ടപ്പെടണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഐഹികാഡംബരങ്ങളെ നിങ്ങൾ കൈവിടുക, എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ പക്കലുള്ളത് നീ മോഹിക്കാതിരിക്കുക, എന്നാൽ ജനങ്ങളും നിന്നെ തൃപ്തിപ്പെടും. അബ്ദുല്ലാഹു ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഭൃത്യനോട് എത്രത്തോളമാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെയും അദ്ദേഹം ഇതേ വാക്ക് ആവർത്തിച്ചു. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം പാലിച്ചു. മൂന്നാമതായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എല്ലാ ദിവസവും അവന് 70 തവണ മാപ്പ് നൽകുക. അബൂ ദാവൂദ്. മിഖ്ദാം ഇബ്നു മഅദി കരീബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു, തൻ്റെ വയറിനേക്കാൾ ഉപദ്രവകരമായ ഒരു പാത്രവും മനുഷ്യൻ നിറയ്ക്കുന്നില്ല. ആദമിൻ്റെ പുത്രന് അവൻ്റെ മുതുക് നിവരുവാൻ വേണ്ട അല്പം അന്നം മതി. ഇനി അനിവാര്യമാണെങ്കിൽ ഭക്ഷണത്തിന് 1/3, പാനീയത്തിന് 1/3, ശ്വാസവായുവിന് 1/3 ആവാം. തിർമിദി.